ഈ അനിരുദ്ധ് തിയേറ്റർ മൊത്തം കത്തിക്കുന്നു, അയാളുടെ കരിയർ ബെസ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നു, റഹ്മാൻ കുറച്ച് ക്ലാസിക്കൽ മ്യൂസിക് പിടിക്കും എന്ന് പറഞ്ഞതിനെ വളരെ സീരിയസ് ആക്കി എടുത്ത് എന്നൊക്കെ പറയുന്നു. അനിരുദ്ധായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടുണ്ടോ? എന്ത് പറയുന്നു അനിരുദ്ധ്? എല്ലാവരെയും പോലെ ഞാനും അനിയുടെ ഒരു വലിയ ഫാനാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അണിയായിട്ട് മാസ്റ്റർ, വിക്രം, ഇപ്പം 3ാമത്തെ മൂവിയാണ് DC. കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ സംസാരിക്കാൻ ഒരു പോയിന്റ് കിട്ടിയിട്ടില്ല. ബട്ട് എൻ്റെ മനസ്സിലെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണിയുടെ ഡബ്ബിംഗ് തിയേറ്ററിൽ, അണിയുടെ സ്ക്രീനിൽ എൻ്റെ മുഖം വരുന്ന സമയത്ത് അണി അത് ഇവിടെ നിന്ന് ഇരുന്ന് കമ്പോസ് ചെയ്യുന്നുണ്ടല്ലോ, അത് നോക്കിയിട്ട് ആ സീക്വൻസിന് വേണ്ടിയിട്ട് ആ ഒരു പോയിന്റ് എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് അത് തന്നെ ധാരാളം എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പറയുന്ന പോലെ അണി ഒരു പക്ക ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ പുള്ളിയുടെ ട്രാക്ക് മാറ്റി പിടിക്കാനുള്ളൊരു, ആർക്കാണെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് സാധനം നമ്മൾ കുറച്ചു കാലം ചെയ്യും സ്റ്റേബിൾ ആയിട്ട്. അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കണമെന്നും എക്സ്പെരിമെന്റ് ചെയ്യണമെന്നും അതിന് അനുസരിച്ച് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ്. അപ്പൊ അരുൺ മാധേശ്വരൻ സാറിന്റെ ഒരു ക്രാഫ്റ്റും കൊണ്ട് പുള്ളി പോകുന്നു. ഓൾറെഡി എനിക്ക് റെഫറൻസ് മ്യൂസിക് ഉണ്ട്, എനിക്ക് ആ ഒരു രീതിയിൽ എനിക്ക് മ്യൂസിക് നിങ്ങൾ ചെയ്തു തന്നാൽ മതി എന്ന് പറയുകയും അതിനെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുകയും ലോകേഷ് സാറും അണിയുമായിട്ടുള്ള കോമ്പിനേഷനും അത് അരുൺ മാധേശ്വരൻ സാറിന് വേണ്ടിയിട്ട് ഇവർ 3 പേരുമായിട്ട് വർക്ക് ചെയ്ത് വന്നതാണ് നമ്മൾ DC കണ്ടത്. ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ റെഫറൻസ് മ്യൂസിക് സാർ ഇട്ട് തരും. ഓരോ ഷോട്ട് നമ്മൾ റോ ഫൂട്ടേജ് നമ്മളവിടെ റഷ് കാണുന്ന സമയത്തും റെഫറൻസ് മ്യൂസിക് വെച്ചിട്ടായിരിക്കും ആ സീന് നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണോ മ്യൂസിക്, ഓൾറെഡി നിങ്ങൾ മ്യൂസിക് കമ്പോസ് ചെയ്തോ എന്ന് ചോദിച്ചു. അല്ല, ഇത് റെഫറൻസ് മ്യൂസിക് ആണ്, ഇത് നമ്മൾ അണിക്ക് കൊടുക്കുന്നു, അണി ഇത് എലവേറ്റ് ചെയ്ത് വേറൊരു സാധനം തരും, അത് നീ കാണും എന്നാണ് ലോകേഷ് സാറും പറഞ്ഞത്, അരുൺ സാറും പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും കണ്ടത്. റെഫറൻസിന് മേലെ പോയോ അനിരുദ്ധിന്റെ മ്യൂസിക്? റെഫറൻസ് തന്നെ ഞാൻ ആക്ച്വലി മേലെയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്രയും പീക്കായിട്ടാണ് ആ റെഫറൻസ് മ്യൂസിക് തോന്നിയത്. ബട്ട് സിനിമയായിട്ട് കണ്ട സമയത്ത് നമുക്ക് ഒന്ന് കാല് കുത്താനോ ശ്വാസം വിടാനോ സ്ഥലമില്ലാത്ത രീതിയിൽ ഒന്ന് നമ്മളിങ്ങനെ താന്നു വരുന്ന സമയത്ത് അണി അവിടെ ഇരുന്ന് പണിയെടുത്തത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതിലൊരുപാട് സന്തോഷം തോന്നി എനിക്ക് ആക്ച്വലി. ഈ സഞ്ജനയുടെ ഒരു ക്യാരക്ടറൈസേഷൻ, അല്ലെങ്കിൽ അവർക്ക് ആ സിനിമയ്ക്ക് ശേഷം കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, അതുപോലെ ഹാങ് ഓവർ പാട്ട് വെച്ച് ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് റീല് ചെയ്യുന്നു. സഞ്ജന ഒരു ഇമോഷണൽ ആയിട്ട് വർക്കാവും പടത്തിന് ശേഷം, അങ്ങനെ തോന്നിയിരുന്നോ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ? ഷൂട്ടിന്റെ സമയത്ത് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ദാസിന്റെ അകത്തേക്ക് കയറി പോകുന്ന ഒരു പെണ്ണെന്ന് പറയുന്നത് സഞ്ജനയാണ്. പാർവതി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് പുള്ളിക്കാരത്തി ചെയ്തത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കും ദാസിനും പാർവതി, കിട്ടി, കറുപ്പ് ഇവരുള്ള ആ ഒരു ലൈഫിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ കോയിൻസിഡൻസ് ആയിട്ട് ദാസിനെ തപ്പി വരുന്നവരുടെ ഇടയിൽ ഫോളോ ആകുകയും 2 കഥാപാത്രങ്ങൾ, അതായത് 2 വേണ്ടപ്പെട്ട ജീവനുകൾ ദാസിന് മിസ്സായി പോവുകയും അതിന്റെ എലവേഷനാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. അപ്പൊ ആ ഒരു പാർവതി എന്നുള്ള ക്യാരക്ടർ എന്തായാലും വർക്ക് ആവും എന്നുള്ളത് എനിക്ക് അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ വാമികയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഷൂട്ടിന്റെ പ്രോസസ്സ് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, ഫൂട്ടേജസ് ഒന്നും കണ്ടിട്ടില്ല. അത് എത്രത്തോളം എലവേറ്റ് ആയി എന്നുള്ളതും ഞാൻ സിനിമ കണ്ട ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് സഞ്ജന ഓൾസോ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പിന്നെ മണിരത്നം സാറുടെ AD ആണ് അവര്, എല്ലാത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് മെയിനായിട്ട് അഭിനയിക്കണം എന്നുള്ളൊരു മോഹമാണ്, അതിനപ്പുറം ആണ് ഡയറക്ഷൻ. സോ അഭിനയിക്കണം എന്ന മോഹത്തിൽ അവർ റബ്ബർ ബന്ദ് ചെയ്ത സമയത്തും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് പുള്ളിക്കാരത്തി ചെയ്തതും. പിന്നെ പരിമള അൻകോ വർക്ക് ചെയ്തു. അതിനിടയിലാണ് DC ചെയ്തത്. ഭയങ്കര ഇന്റൻസീവ് ആയിട്ട് ഓരോ സീക്വൻസും ഡയറക്ടറോട് ചോദിക്കുകയും ലോകേഷ് സാറിൻ്റെ അടുത്ത് പെർഫോം ചെയ്യാൻ പോകുന്ന സമയത്ത് സാർ ഞാനത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കുകയും അങ്ങനെ ചോദിച്ച് ഗിവ് ആൻഡ് ടേക്ക് എടുത്ത് ചെയ്തതൊക്കെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു ആ ഒരു പ്രോസസ്സൊക്കെ. ഈ ഗൺ ഷോട്ട്സ്, ഫൈറ്റ്സ് ഒക്കെ ഭയങ്കര റിയൽ റോ ഫൈറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, എത്രമാത്രം ആക്ഷൻ ബ്ലോക്കുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു? ഇതിൽ മെയിനായിട്ട് നമ്മുടെ ആക്ഷൻ ബ്ലോക്ക്, കമ്പോസിങ് ആക്ഷൻ ബ്ലോക്ക് ആയിട്ട് വന്നത് ആ ഒരു ബാർ ഫൈറ്റ് ആണ്. ആ ബാർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്തതാ ഇത് എനിക്ക് ഒരു സിംഗിൾ ടേക്ക് ഷോട്ട് ആയിട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം മുന്നേ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി പോയി. ഏകദേശം ഒരു 200-250ഓളം ഷുഗർ ബോട്ടിൽസ് ആണ് നമ്മൾ പൊട്ടിച്ചത് പ്രാക്ടീസ് ചെയ്യാനും ഷോട്ടിന് വേണ്ടിയിട്ടും. അപ്പോൾ ലോകേഷ് സാറ് ആ ഷോട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷർട്ട് അഴിക്കുന്ന സമയത്ത് ഇവിടെ മുഴുവൻ ചോരയാണ്. ആ ഷുഗർ ബോട്ടിലാണെങ്കിലും കുഞ്ഞു ഇത് കുത്തിയിട്ടേ ഫുള്ള് ബ്ലീഡ് ആവുക. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ആക്ടിങ് ഇത്രയും സിമ്പിളാന്ന് വിചാരിച്ച് വന്നതാ, പക്ഷെ ഇനി ഞാൻ ചെയ്യുമോ എന്നുള്ളത് അറിയത്തില്ല, എന്നെ അങ്ങനെ ഇട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ആ സാധനം വരാൻ കാരണം അതിന്റെ ഫൈറ്റ് മാസ്റ്റർ PC സ്റ്റൺസ് പ്രഭു ആണ്. പുള്ളിക്കാരൻ തന്നെയാണ് സിറൈ എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ടെക്നിക്കലി ഒരു ചെറിയൊരു സ്ഥലത്ത് പോലും ഒരു കമ്പോസിഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു
സ്റ്റണ്ട് മാസ്റ്ററാണ് പി സി സ്റ്റണ്ട് പ്രഭു മാസ്റ്റർ. സോ പുള്ളിക്കാരനുള്ള കാരണം കുറേ സ്ഥലത്ത് നമ്മൾ നമ്മുടേതായ തെറ്റുകളും കുറ്റങ്ങളും വരുന്ന സമയത്ത് അപ്പ സ്പോട്ടിൽ ഒന്ന് വഴക്ക് പറയും, സിംഗിൾ ടേക്കിൽ നീ ഒരുത്തം തെറ്റിച്ച് കഴിഞ്ഞാൽ നിനക്ക് അറിയില്ല അതാന്നൊക്കെ. പക്ഷെ ആ ഷോട്ട് കഴിയുമ്പോൾ അത് ഓക്കെ ആയി കഴിയുമ്പോൾ ഷോട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, ബ്യൂട്ടിഫുള്ളാ വന്നിരിക്കുക തമ്പി നീ വെറിയ ആളാ വരുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂളാക്കുന്ന അങ്ങനെ ഒരു സെറ്റായിരുന്നു അത്. പിന്നെ ആദ്യത്തെ ഫൈറ്റ് നമ്മൾ മറ്റേ റോബറി സീൻ, അതില് കുറച്ച് എല്ലാവരും പാടുപെട്ടു. കാരണം ഡസ്റ്റും വെയിലും, ഇതില് മാക്സിമം ഔട്ട്ഡോഴ്സിൽ ലൈറ്റ് യൂസ് ചെയ്യില്ല, നല്ല ഹാർഷ് സണ്ണിന്റെ അടിയിൽ പോയിട്ട് നിന്നിട്ട് നമ്മൾ പണിയെടുക്കുക. അപ്പോൾ ഡയറക്ടറും ഡസ്റ്റിലാണ്, ലോകേഷ് സാറ് ഡസ്റ്റില്ല, ആർട്ടിസ്റ്റ് ഡസ്റ്റില്ല, ടെക്നീഷ്യൻസ് ഡസ്റ്റില്ല, ADs ഡസ്റ്റില്ല. അപ്പൊ അത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ കാണുമ്പോൾ ഒരു 2-3 സെക്കൻഡിന് ആ ഫൈറ്റ് തീരും. പക്ഷെ 3 ദിവസം കൊണ്ട് എടുത്തതാണ് മൊത്തത്തിലുള്ള കമ്പോസിഷൻ. സോ ആ ഒരു ഫൈറ്റും എനിക്ക്, ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ വെച്ച് എനിക്ക് നരിവേട്ടനേക്കാളും ഭയങ്കര ഇമ്പാക്ട്ഫുള്ളും ബോഡിയൊക്കെ നല്ല പെയിൻ, കാലൊന്നും കുത്താൻ പറ്റാത്ത അവസ്ഥയായി തോന്നിയത് ആ ഒരു ഫൈറ്റ് ഒക്കെ തന്നെയായിരുന്നു. ഇപ്പൊ പ്രണവുള്ളപ്പ വരെ പടത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉപയോഗിച്ചിട്ടുണ്ട്? അത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് ലിറ്റേഴ്സ്. കാരണം ഈ ഷുഗർ ഗ്ലാസ് തന്നെ 10-250 മുകളിൽ പോയിട്ടുണ്ട്. ബ്ലഡ് എത്രയാണ് ഇതിൽ ഉപയോഗിച്ചതെന്നുള്ളത് ഒരു കൈയും കണക്കുമില്ല. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗൺസ്, ബുള്ളറ്റ്സ് എല്ലാം ലോകേഷ് സാറ് കൊണ്ടുവന്നതാ. ലോകേഷ് സാറിന് വിക്രം ടൈമില് കമൽ സാർ കൊടുത്ത ഗൺസും ആ സാധനങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ലോകേഷ് സാർ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു പിസ്റ്റൽ ഉണ്ട്, റിവോൾവർ പിസ്റ്റൽ. അത് ആക്ച്വലി ലിയോയില് വിജയ് സാറ് യൂസ് ചെയ്ത ആ സാധനമാണ് ലോകേഷ് സാർ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെല്ലാവരും തൊട്ട് നോക്കി. പുള്ളി വിജയ് സാറിന് ഒരു ഇതുണ്ട്, വിജയ് സാറിന് അത് സ്റ്റൈലിഷ് ആയിരിക്കണം. ആ ഗണ്ണിന്റെ അടിയിൽ ആ ഒരു ചെറിയൊരു കുണുക്കുണ്ടാവും, നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ ആ സാധനം അടക്കം വേണമെന്ന് പറഞ്ഞ് പുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മേടിച്ച കണ്ണാത്. അപ്പൊ അത് തന്നെ ഇതിൽ യൂസ് ചെയ്യണം എന്നുള്ളത് ലോകേഷ് സാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് കൊണ്ടുവന്നു, അത് യൂസ് ചെയ്തു, നമ്മുടെ അടുത്തൊക്കെ തന്നു. ഭയങ്കര വെയിറ്റും നല്ല റിയലിസ്റ്റിക് ആയിട്ട് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെയിൻ അടിക്കും, അതുപോലത്തെ ഒരു ഗണ്ണും പരിപാടികളൊക്കെ ആയിരുന്നു. അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് പറയുകയും ചെയ്യും. കമൽ സാറിന്റെ ഗുഡോണിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, ഏതാണ്ട് പാകിസ്ഥാൻ ഇതിനകത്ത് കയറിപ്പോയ പോലെ അത്രയും സാധനങ്ങൾ, ഏറ്റവും കത്തി ഗൺസ് ഒക്കെ ഉള്ള സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആളാണ്. അതെ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ലോകേഷ് നീ ഇത് വെച്ചോ, നിനക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്ത് കുറെ മെമ്മറീസ് ഉണ്ടായിരുന്നു DCയെ സംബന്ധിച്ചിടത്തോളം എനിക്ക്. ആക്ച്വലി ഈ DCയെ ചുറ്റിപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില്, തമിഴ്നാട്ടിലെ അവസ്ഥ എനിക്കറിയില്ല, കേരളത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. അതായത് അനിരുദ്ധിന്റെ മ്യൂസിക് കേൾക്കാം എന്നുള്ളതിനപ്പുറത്ത് ലൊക്കേഷൻ ഈ പറഞ്ഞ പോലെ ട്രോൾ മെറ്റീരിയൽ ആയിട്ടാണ് നിൽക്കുന്നത്. പടം എന്താവും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്താണ്. എങ്ങനെയായിരുന്നു ഈ പടത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ നിന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള റെസ്പോൺസ്, അതിന്റെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ ട്രെയിലർ വന്ന സമയത്ത് ഭയങ്കര ഹോപ്പായിരുന്നു. കാരണം അത്ര ഇമ്പാക്റ്റ് ആയിട്ടാണ് ആ ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് അപ്പുറം സിനിമയിൽ ഇതേ ഇമ്പാക്റ്റ് ഉണ്ടാവുമോ, അതായത് എല്ലാ നാട്ടിലും ഇത് എത്തുമോ, ഇതേ ഇമ്പാക്ട് പുള്ളി പറയുന്ന ഇമോഷൻ കൺവേ ആകുമോ എന്നുള്ളത് എല്ലാവർക്കും, അത് ഓഡിയൻസ് പറയുന്നത് വെച്ചേ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഫസ്റ്റ് ഡേ ഞാനിവിടെ ചെന്നൈയിൽ അവരുടെ കൂടെ കാണാൻ പറ്റിയില്ല, ഞാൻ എറണാകുളത്താണ് കാണുന്നത്. അപ്പോൾ എറണാകുളത്ത് കാണുന്ന സമയത്ത് ആ ഒരു ആർപ്പ് വിളിയും കൂക്കലൊന്നും ഇല്ല, സമാധാനത്തിലിരുന്ന് കാണുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓക്കെ ആണോ? ഫസ്റ്റ് ഓഫ് സൂപ്പറാണ്, ഫസ്റ്റ് ഓഫ് വർക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് പകുതി കോൺഫിഡൻസ് വന്നു. കാരണം ഫസ്റ്റ് ഓഫിലാണ് അരുൺ സാറ് ഒരു എക്സ്പെരിമെന്റൽ നടത്തിയേക്കുന്നത്. അതായത് ദേവദാസ് എന്ന് പറയുന്ന ഒരു കരു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലേവറിൽ കൊടുത്തത്. സെക്കൻഡ് ഓഫ് പിന്നെ പുള്ളിയുടെ ടെറിട്ടറിയാണ്, പുള്ളി ഫുള്ള് കൊലയും കുത്തും വടിവാളും അതൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് വർക്കായി കഴിഞ്ഞാൽ സെക്കൻഡ് ഓഫ് എന്തായാലും വർക്ക് ആവുള്ളൂ എന്ന് അറിയാം. പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ലോകേഷ് സാറിന്റെ ക്യാരക്ടർ വർക്കൗട്ട് ആവുമോ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതും നമുക്ക് അവിടെ ദാസായിട്ട് തന്നെ കാണാൻ പറ്റിയത് കാരണം ഇനി ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ബ്ലോണ്ടായിട്ടിരുന്ന് കണ്ടത്. അത് ഫസ്റ്റ് ഡേ നമുക്ക് കേരളത്തിൽ നിന്ന് അത്ര റെസ്പോൺസ് വന്നില്ല. പിന്നെ സെക്കൻഡ് ഡേ വീക്കെൻഡ് തുടങ്ങി ആൾക്കാരങ്ങ് കയറി തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ 4 പ്രാവശ്യം കണ്ടു, ഞാൻ 3 പ്രാവശ്യം കണ്ടു എന്നൊക്കെ. അപ്പോൾ റിപ്പീറ്റ് വാല്യൂ അടിച്ചത് കാണാനുള്ള ഒരു സാധനം, ആ ഒരു സ്വാഗ് ആ പടത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ, നമ്മളതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും വളരെ സന്തോഷം. ലോകേഷ് സാർ സ്പെസിഫിക്കലി എന്തെങ്കിലും ഡയറ്റ് പ്ലാനോ വർക്കൗട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു ഈ പടത്തിന് വേണ്ടി? ഈ പടത്തിന് വേണ്ടിയിട്ട് ആക്ച്വലി പുള്ളി ചെയ്തത് മാർഷ്യൽ ആർട്സ്. പുള്ളി ഹോങ്കോങ്ങിലെങ്ങാണ്ടും പോയി കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റിന്റെ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡയറക്ടറിൽ നിന്ന് ഒരു ഹീറോ ആയിട്ട് ഷിഫ്റ്റ് ആകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ടാവും. ആ ഒരു കാര്യങ്ങളും ചിട്ടകളും പരിപാലനങ്ങളും ആവശ്യമില്ലാത്ത പരിപാടികളെല്ലാം കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് നിനക്ക് എന്താ വേണ്ടത്, ഞാൻ ദാസായിട്ടല്ലേ വേണ്ടതെന്ന് പറഞ്ഞ് ആ ഒരു ദാസായിട്ട് തന്നെ മെനക്കെട്ട്
എത്ര ടേക്ക് പോയി കഴിഞ്ഞാലും എത്ര ക്ഷീണമായി കഴിഞ്ഞാലും ഡയറക്ടർക്ക് ഓക്കെ ആകുന്ന വരെ പുള്ളി അത് നിന്ന് ചെയ്തു കൊടുക്കാനും തയ്യാറെടുത്തിട്ട് തന്നെയാണ് വന്നത്. പിന്നെ വേറെ ഒരു രീതിയിലുള്ള ഇന്റർഫിയറൻസ് സ്ക്രിപ്റ്റിൽ നടത്തുകയോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. പുള്ളി അരുൺ മാധേശ്വരൻ്റെ പടത്തിൽ പുള്ളി വന്ന് വർക്ക് ചെയ്തിട്ട് പോയി എന്നുള്ളത് തന്നെയാണ് ലോകേഷ് സാറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ഈ പടത്തിൽ ഞാൻ പറയുന്നത്.